ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ESR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് ഇപ്പോൾ ഒരു മൊഡ്യൂളിലൊരു പാർട്ടാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ESRൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അതിൻ്റെ പ്രിൻസിപ്പിളാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി പോർഷൻസ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണാനുള്ളത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ സ്പിൻ ആൻഡ് ന്യൂക്ലിയർ സ്പിൻ. നമ്മുടെ ഇലക്ട്രോണിൻ്റെ സ്പിന്നും നമ്മുടെ ന്യൂക്ലിയസിൻ്റെ സ്പിന്നും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ, അതിന് നമ്മൾ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയും. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ഈസ് നത്തിങ് ബട്ട് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ സ്പിൻ ആൻഡ് ന്യൂക്ലിയർ സ്പിൻ. Okay, when electron spin interacts with a nuclear spin, then each electron spin state split into 2i plus 1. That is hypersplitting is equal to 2i plus 1. അപ്പോൾ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോൺ സ്പിന്നും ന്യൂക്ലിയർ സ്പിന്നോട് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് ആണെങ്കിൽ അങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പോസിബിൾ ആണെങ്കിൽ, നടക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഇലക്ട്രോൺ സ്റ്റേറ്റ് സ്പിൻ എന്ന് പറയുന്നത് 2i plus 1 എന്ന് പറയുന്നതായിട്ട് മാറും. Also we know electron has a spin plus or minus half. So many nuclei are known to have spin quantum number. But nucleus contain proton and neutron each having I is equal I value half. Therefore it is difficult to predict spin of nucleus. There are 3 rules to predict spin of nucleus. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഹാഫാണ്. അത് പാരലായിട്ട് ഓറിയൻറ്റ് ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, മൈനസ് ഹാഫും, ആൻറ്റി പാരലാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഹാഫും. അങ്ങനെ ഇലക്ട്രോണ് 2 ടൈപ്പ് ഓഫ് സ്പിൻസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ന്യൂക്ലിയയും നമുക്ക് ന്യൂക്ലിയസിനും സാധാരണയായിട്ട് സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. പക്ഷേ ഒരു ന്യൂക്ലിയസിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂട്രോണിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ സ്പിൻ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ട് വരും. ബട്ട് അതിൻ്റെ വാല്യൂ എന്താണ്? ഹാഫ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സ്പിൻ അതിൻ്റെ ക്വാണ്ടം നമ്പർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഹാഫാണ്. പക്ഷേ അതിൻ്റെ സ്പിൻ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ന്യൂക്ലിയസിൻ്റെ സ്പിൻ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള 3 റൂൾസ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ സ്പിന്നും ന്യൂക്ലിയർ സ്പിന്നോട് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2i plus 1 ആണ്. നമുക്കറിയാം i എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പറാണ്. ഇലക്ട്രോണിൻ്റെ i എന്ന് പറയുന്നത് ഹാഫ് പ്ലസ് ഓർ മൈനസ് ഹാഫാണ്. അപ്പോൾ ന്യൂക്ലിയസിനും ഓൾവേസ് ഒരു i വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. പക്ഷേ ന്യൂട്രോണിൻ്റെയും, അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസാണ് ന്യൂട്രോൺസും പ്രോട്ടോൺസും. അതിൻ്റെ i വാല്യൂ എന്ന് പറയുന്നത് ഹാഫാണ്, ജസ്റ്റ് ഹാഫ്. ഇനിയും അതിൻ്റെ സ്പിൻ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 റൂൾസ് വെച്ചിട്ടാണ് അതിൻ്റെ സ്പിൻ ഡിറ്റർമൈൻ ചെയ്യുക. ഫസ്റ്റ് റൂൾ, ന്യൂക്ലിയസ് വിത്ത് ഈവൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഈവൻ നമ്പർ ഓഫ് ന്യൂട്രോൺ, ദെൻ i is equal to 0. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം ഇവൻ ആണെന്നുണ്ടെങ്കിൽ i വാല്യൂ അവിടെ 0 ആയിരിക്കും. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ന്യൂക്ലിയസ് വിത്ത് ഓഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഓഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഇൻ്റഗ്രൽ വാല്യൂ 1 to 3. അതായത് പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം ഏതെങ്കിലും ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഏത് ഓഡ് നമ്പർ വേണമെങ്കിലും ആവാട്ടോ. അപ്പോൾ ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ i വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇൻ്റഗ്രൽ വാല്യൂ ആയിരിക്കും. അതായത് 1 2 3 4 5 6 എന്നായിരിക്കും. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും, നോട്ട് എ ഫ്രാക്ഷൻ, നോട്ട് എ ഡെസിമൽ. ഓക്കെ, ഇനി അടുത്ത് ന്യൂക്ലിയസിൻ്റെ എണ്ണം, ന്യൂക്ലിയസ് വിത്ത് ഓഡ് മാസ് i is equal to ഹാഫ് ഇൻ്റഗ്രൽ. അതായത് ന്യൂക്ലിയസിനകത്ത് ഓഡ് മാസ് നമ്പർ വരുന്ന ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ്, മാസ് നമ്പറാണ് കേട്ടോ, മാസ് നമ്പർ ഓഡായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ന്യൂക്ലിയസിൻ്റെ i വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ഹാഫ് ഇൻ്റഗ്രൽ ആയിരിക്കും. മീൻസ് 1/2 5/2 3/2 7/2 അങ്ങനെ ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കും വരിക, ഓഡ് മാസ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെയും എക്സാമ്പിൾസ്, ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂൾസ് വെച്ചിട്ടായിരിക്കും നമ്മളൊരു ന്യൂക്ലിയസിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്തായിരിക്കും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് സ്പിൻ ക്വാണ്ടം നമ്പർ ഈസ് designated by I. Magnetic moment of electron is 1000 times greater than nucleus, whereas mass of electron is small than mass of nucleus. നമുക്കറിയാം ഈ ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ പ്രോട്ടോൺസിൻ്റെയോ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ആയിരിക്കും കൂടുതൽ.
1000 ടൈംസ് കൂടുതലായിരിക്കും മാഗ്നറ്റിക് മൊമെൻ്റ് ആയിരിക്കും ഇലക്ട്രോൺ ഉണ്ടാവുക. എന്നാൽ നമ്മളതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസ് കുറവ്, ന്യൂക്ലിയസിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ മാസ് കുറവ് എപ്പോഴും ഇലക്ട്രോണിന് തന്നെയായിരിക്കും. ന്യൂട്രോൺ ഈസ് അൺചാർജ് പാർട്ടിക്കിൾ ആൻഡ് ഡിസ് നോട്ട് ഹാവ് ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു ചാർജ്ലെസ് പാർട്ടിക്കിളാണ്, പ്രത്യേകിച്ച് ചാർജ് ഒന്നും തന്നെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനെന്തില്ല, ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റും ഇല്ല. എന്ത്, ന്യൂട്രോണിന്. ദ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് ഹാസ് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് ബൈ ഫോളോവിങ് മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റലി എങ്ങനെ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് പറയുന്നത്. സ്റ്റഡിങ് ഹൈപ്പർഫൈൻ സ്ട്രക്ചർ ഇൻ ആറ്റമിക് സ്പെക്ട്ര, അനലൈസിങ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, അനലൈസിങ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്, മോളിക്കുലർ ഇൻ ആറ്റമിക് ബ്ലെയിം ഡിഫ്രാക്ഷൻ മെത്തേഡ്. പറഞ്ഞിരിക്കുന്ന 4 മെത്തേഡ് വഴി നമുക്ക് എക്സ്പെരിമെൻ്റലി എന്ത് ചെയ്യാൻ പറ്റും, ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എക്സ്പെരിമെൻ്റലി. അല്ലെന്നുണ്ടെങ്കിൽ തിയററ്റിക്കലി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിയററ്റിക്കലി അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതല്ല എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതെങ്കിലും ഉപയോഗിക്കാനും സാധിക്കും. ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ് ഇറ്റ് മേ വേരി ഫ്രം മെത്തേഡ് ടു മെത്തേഡ്. ഇനി നമ്മൾ എക്സ്പെരിമെൻ്റലി ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു, പിന്നീട് നമ്മൾ അടുത്ത മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അപ്പം മെത്തേഡ് ടു മെത്തേഡ് ഇതിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കും. സ്പിൻ ക്വാണ്ടം നമ്പർ ഐ മേ ഹാവ് സെവറൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ക്വാണ്ടം നമ്പർ റേഞ്ചിങ് ഫ്രം -i to +i. അതായത് ഇതിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ ഐക്ക് നമ്മൾ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ പലതരത്തിൽ വേരി ചെയ്യാം. അതായത് -i to +i വരെ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. അത് i = 1 ആണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ നമ്മൾ -1 to +1 വരെയുള്ള വാല്യൂസ് വേരി ചെയ്യാം. കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം i = 1 ആണെങ്കിൽ -1 0 +1, i = ½ ആണെങ്കിൽ mi = -½ to +½ അത്രയും വാല്യൂസ് ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിന് വരാം. ഓക്കെ, ഇനിയും ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി കുറച്ച് എക്സാമ്പിൾ പോലെ പറയുന്ന 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സ്പ്ലെയിൻ, അതൊരു ക്വസ്റ്റ്യൻ മാതിരി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഹൈഡ്രജൻ ന്യൂക്ലിയസിൻ്റെ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ നമുക്ക് ആ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളത്. ഹൈഡ്രജൻ ഈസ് ഹാവിങ് 1 unpaired electron and I value of H1 nucleus is I is equal to half, that is mi is equal to +½ to -½ that is 2i + 1 is equal to 2 into half plus 1 that is equal to 2. ഹൈഡ്രജനകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണ് ഉള്ളത്, നമുക്കറിയാം. ഇനി നമ്മൾ അതിനകത്ത് ഐ വാല്യൂ എന്ന് പറയുന്നത് ഐ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, സ്പിൻ ക്വാണ്ടം നമ്പർ ആണല്ലോ. ഐ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, i is equal to ½ കാരണം ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ വാല്യൂ ½ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എത്ര ആയിരിക്കും, +½ to -½ ആയിരിക്കും. അത്രയും വാല്യൂസ് ഉണ്ടാവും. ഇനി നമ്മൾ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2i + 1 ഐൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഐ എന്ന് പറയുന്നത് ഇവിടെ ½ ആണ്, അപ്പോൾ 2 into ½ + 1 that is equal to 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതായത് എച്ച് ന്യൂക്ലിയസിൻ്റെ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. The unpaired electron of hydrogen atom interacts with mi values of self other nucleus, then it split into 4 energy level. The ms value and mi value will affect on energy level of hydrogen nucleus. The total energy is given by E is equal to G beta msh and A ms mi, where A is equal to hyperfine splitting constant. അതായത് നമ്മുടെ ഹൈഡ്രജനകത്ത് ഉള്ളത് ഒരു ഇലക്ട്രോൺ മാത്രമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, അതർ ന്യൂക്ലിയസിൻ്റെ mi വാല്യൂസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. mi വാല്യൂ എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ വാല്യൂസ്, അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എനർജി ലെവൽ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റപ്പ് ചെയ്യുന്നു. എനർജി ലെവൽ സ്പ്ലിറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ms വാല്യൂസും അല്ലെങ്കിൽ mi വാല്യൂസും ആയിരിക്കും നമ്മുടെ ഈ എനർജി ലെവലിൻ്റെ സ്പ്ലിറ്റപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻറ്റയർ എനർജി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ G beta msh ഇൻറ്റു G A ms mi, അതിൽ എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ E is equal to G beta msh
പ്ലസ് എ എം എസ് എം ഐ, വേർ എ ഇസ് ദ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യമില്ല. കാരണം നമ്മളവിടെ ഈ എന്താ പറയുന്നത്, നമ്മൾ ഈ എം എസ് വാല്യൂസ് എന്തുവാണെന്നൊന്നും നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നില്ല. അപ്പം അതൊക്കെ വേറെ കുറേ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ ആ പോർഷൻസ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. കാരണം ഇതൊന്നും നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡഡ് അല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻസ് മാത്രം ഓർത്തിരിക്കുക. നിങ്ങളിപ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്തും ഇക്വേഷൻസ് ഉണ്ടെന്ന് കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കതിന് മാർക്ക് വീഴും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഡയഗ്രാംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾ ആസ് ഇറ്റ് ഈസ് പഠിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അത് വരച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എച്ച് ന്യൂക്ലിയസിൻ്റെ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് ആ എച്ച് ന്യൂക്ലിയസിൻ്റെ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കാണിക്കുന്ന ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. എം എസ് സ്റ്റേറ്റ് ആദ്യം സ്പ്ലിറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഹാഫിലിരിക്കുന്നു. പിന്നീട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന് പ്ലസ് ഹാഫായിട്ടും ഒന്ന് മൈനസ് ഹാഫായിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. പിന്നെ ഓരോന്നും വീണ്ടും ആ മൈനസ് ഹാഫ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, പ്ലസ് ഹാഫ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ മൊത്തം 4 എനർജി ലെവൽസ് ആയിട്ടായിരിക്കും നമുക്കവിടെ കിട്ടുക. പ്ലസ് ഹാഫിൻ്റെയും മൈനസ് ഹാഫ് അങ്ങനെ നമുക്ക് കിട്ടും. ഓരോന്നിൻ്റെയും എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. E1, E2, E3, E4 എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ കണ്ട ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഓരോ ഇയും കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെ ഐ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ട്രാൻസിഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? പ്ലസ് ഐ ടു പ്ലസ് ഐ, മൈനസ് ഐ ടു മൈനസ് ഐ. അതവിടാണ് ഒരു ആരോ മാർക്കിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ദ എബോ ഡയഗ്രാം ആർ അപ്പിയർ ടു ബി പോസിബിൾ ബട്ട് ഓൺലി 2 are permitted to ESR selection rule, that is ms delta ms is equal to plus or minus 1 or delta mi is equal to 0. പക്ഷേ 4 എനർജി ലെവൽസ് പോസിബിളാണ്. അത് നമ്മൾ വരച്ച് വെച്ചു. പക്ഷേ 2 ട്രാൻസിഷൻസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം നമ്മുടെ ESR സ്പെക്ട്രത്തിൻ്റെ സെലക്ഷൻ റൂൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഓൺലി 2 ട്രാൻസിഷൻസ് ആർ അലൗഡ്. ഓക്കെ, അതിൻ്റെ സെലക്ഷൻ റൂൾ അപ്പോൾ എന്താണ്? ഡെൽറ്റ എം എസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഓർ ഡെൽറ്റ എം ഐ ഈസ് ഈക്വൽ ടു 0. ഡെൽറ്റ എം ഐ ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡെൽറ്റ എം എസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സെലക്ഷൻ റൂൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതൊക്കെ ട്രാൻസിഷൻസ് പോസിബിളാണ്. പക്ഷേ ഡയഗ്രാം വരുമ്പോൾ ഇങ്ങനെ തന്നെ വരും. ഇത്രയും പോസിബിളാണ്, ഇത്രയും എനർജി ലെവൽസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ആകെ പോസിബിളായിട്ടുള്ള ട്രാൻസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ സെലക്ഷൻ റൂള് വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആണ്. ഓരോന്നിൻ്റെയും എനർജി ലെവൽസ് ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 2 ട്രാൻസിഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെക്ട്രത്തിൽ എത്ര പീക്കുകൾ കിട്ടും? 2 പീക്കുകൾ കിട്ടും. കാരണം 1 peak corresponds to 1 transition, other peak corresponds to other transition. സോ 2 പീക്ക് കിട്ടുന്നതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 2 ട്രാൻസിഷൻസ് പോസിബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ എച്ച് ന്യൂക്ലിയസിൻ്റെ സ്പെക്ട്രം, ESR സ്പെക്ട്രം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. കണ്ടോ, കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള പീക്കുകളായിരിക്കും നമുക്ക് ESRൽ കിട്ടുക. കാരണം എന്താ? ഇൻറ്റൻസിറ്റി 1:1 ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാരണം എന്താ? അവിടെ ആകെപ്പാടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അത് പെയറല്ല, അൺപെയറാണ്. അപ്പോൾ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടും. ഓക്കെ, ഇഫ് n നമ്പർ ഓഫ് ഈക്വലൻ്റ് ന്യൂക്ലിയർ ദാൻ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ഓഫ് ന്യൂക്ലിയർ ഈസ് ഈക്വൽ ടു 2ni + 1. n എന്ന് പറയുന്നത് ഈക്വലൻ്റ് ന്യൂക്ലിയറുടെ എണ്ണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2i + 1 എന്ന് പറയുന്ന ഇക്വേഷന് പകരം 2ni + 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ന്യൂക്ലിയസിൻ്റെ കേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നോട്ട്സൊക്കെ ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കാനായിട്ട് ട്രൈ ചെയ്യുക. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് വായിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ എഴുതുമ്പോഴും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാലും മതി. എന്നിട്ട് നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കണം. പക്കയായിട്ട് മനസ്സിലാവും. ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഞാനത് പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ ഈ നോട്ട്സ് ഒത്തിരി ക്ലിയർ അല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. വായിക്കാൻ പറ്റാതെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിലും ചോദിച്ചോളുക. അതേതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. കാരണം ഇതൊരു ഹാൻഡ് റിട്ടൺ നോട്ടാണ്. ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ സീനിയേഴ്സ് ആരോ എഴുതിയൊരു നോട്ടാണ്. ഇതുകൊണ്ട് വളരെ ക്ലിയർ അല്ല. അപ്പോൾ ഞാൻ തന്നെ ഇത് സ്കാൻ ചെയ്തെടുത്ത് വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന്
എനിക്കറിയാം, ക്ലിയർ അല്ല അത്ര. അതുകൊണ്ട് എന്തെങ്കിലും അതിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ഇതെന്ന് വെച്ചാൽ നമ്മുടെ മിഥൈൽ റാഡിക്കലിൻ്റെ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് അടുത്തൊരു നമ്മുടെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തേക്കുവാണ്. ബട്ട് ദിസ് ഓൾസോ ഈസ് ഇൻക്ലൂഡഡ് ഇൻ അവർ സിലബസ്. സോ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ഇൻ മിഥൈൽ റാഡിക്കൽ, ദാറ്റ് ഈസ് CH3 റാഡിക്കൽ. Carbon in methyl radical is inactive, so only 3 hydrogens are considered. Therefore, number of nucleus n is equal to 3. The I value of hydrogen nucleus is plus half, mu is equal to 3 into half, that is 3 by 2. Mi is equal to plus 3 by 2 to minus 3 by 2, that is minus 3 by 2 minus half plus half minus 3 plus 3 by 2. Therefore, 2i plus 1 is equal to 2 into 3 by 2 plus 1, that is equal to 4. Therefore, there are 4 number of orientations. അപ്പോൾ മിഥൈൽ റാഡിക്കലിൻ്റെ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മിഥൈലിനകത്തെ കാർബൺ CH3 റാഡിക്കലാണല്ലോ. അപ്പം റാഡിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രോണിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ റാഡിക്കൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും ESR ആക്റ്റീവാണ്, കാരണം അതിനകത്തൊരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, റാഡിക്കലുണ്ട്. അപ്പോൾ ഈ മിഥൈൽ റാഡിക്കലിനകത്ത് കാർബൺ എന്ന് പറയുന്ന ഇനാക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി വരുന്ന 3 ഹൈഡ്രജനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ നമ്പർ ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 3 ആകും. ഹൈഡ്രജൻ്റെ ഒരു I വാല്യൂ എന്ന് പറയുന്നത് ഹാഫാണ്. അപ്പോൾ 3 ആകുമ്പം എന്താവും, 3 into half ചെയ്യുക, നമുക്കപ്പോൾ 3 by 2 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. അപ്പോൾ MI വാല്യൂസ്, ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ MI വാല്യൂസ് എന്ന് പറയുന്നത് minus 3 by 2 plus 3 by 2 ആകും. അത് ഏതൊക്കെ വാല്യൂ ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 2i plus 1 ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ഫാക്ടർ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2i plus 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചു. അതിൻ്റെ വാല്യൂ 3 by 2 ആണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഉത്തരം 4 എന്ന് കിട്ടി. therefore we can say that there are 4 number of orientation, 4 ഓറിയൻറ്റേഷൻസ് അവിടെ പോസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുകയാണ്. നമ്മുടെ MS പ്ലസ് ഓഫ് മൈനസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോന്നും എത്ര MI വാല്യൂസ് ഉണ്ട്? ഇവിടെ 4 MI വാല്യൂസ് ആണുള്ളത്. ഏതൊക്കെയാണ് MI വാല്യൂസ് എന്ന് പറയുന്നത്? -3 by 2, പിന്നെ -1 by 2, +1 by 2, +3 by 2, അങ്ങനെ 4 വാല്യൂസ് ഉണ്ട്. അപ്പം 4 വാല്യൂസിനും ഇപ്പോൾ +1/2 സ്പ്ലിറ്റ് ചെയ്താൽ അത് 4ആയിട്ട് പോകും, -1/2 സ്പ്ലിറ്റ് ചെയ്താൽ അത് 4. അങ്ങനെയാണ് നമ്മൾ ഈ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. നിങ്ങൾക്കിപ്പം പടം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കണ്ടോ, MS വാല്യൂ ആദ്യം 1 ആയിരുന്നു, പിന്നെ അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, പിന്നെ ആ 2-നകത്ത് ഓരോന്നും 4 വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഈ 4 സ്പ്ലിറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ടോട്ടൽ MI വാല്യൂസിൻ്റെ എണ്ണത്തിൽ നിന്നാണ് നമ്മൾ 4ആയിട്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓറിയൻറ്റേഷൻസ് 4 ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അവിടെ നിന്നാണ്. ഓരോന്നും വരച്ചു, ഓരോന്നിനും കറക്റ്റായിട്ടുള്ള പേരുകളും കൊടുത്തു. The intensity of plus or minus 3 by 2 is lower than plus or minus 1 because of the plus 3 by 2 has only one orientation, but plus or minus half has more than one orientation. അതായത് ഇനിയും നമ്മുടെ സെലക്ഷൻ റൂളിൽ വെച്ചിട്ടാണ് ഏതൊക്കെ ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളതെന്ന് കാണുന്നത്. +3 by 2 to +3 by 2 ട്രാൻസിഷൻ ഉണ്ട്, +1 by 2 +1 by 2 ഉണ്ട്, -1 by 2 -1 by 2 ഉണ്ട്, -3 by 2 -3 by 2 ഉണ്ട്. അപ്പോൾ എല്ലാ 4 ട്രാൻസിഷൻസും അവിടെ പോസിബിൾ ആണ്. ഫ്രം സെലക്ഷൻ റൂൾ വഴി വൈ കാൽക്കുലേറ്റഡ് ദിസ്. ഇനി അവിടെ നിന്നും ഈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ +3 by 2 to +3 by 2 അല്ലെങ്കിൽ -3 by 2 -3 by 2ൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈ 1 by 2 എന്ന് പറയുന്ന ആ ഒരു ട്രാൻസിഷനേക്കാളും കുറച്ച് കുറവായിരിക്കും. കാരണം 3 by 2നെ നമുക്ക് ആകെപ്പാടെ 3 രീതിയിൽ ഒരേ ഒരു രീതിയിൽ മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷേ 1 by 2ന് ഒന്നിലധികം ഓറിയൻറ്റേഷൻസ് പോസിബിളാണ്. അതായത് അറേഞ്ച്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പെയർഡ് അല്ലാതെ നമുക്ക് ഇലക്ട്രോൺസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം നോക്കിയാൽ ഹൈഡ്രജൻ 3 by 2 എന്നുള്ളൊരു കേസാണ് വരുന്നതെങ്കിൽ 3 ഹൈഡ്രജനകത്തും ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പെയർഡ് അല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യണം. അങ്ങനെ വെക്കുമ്പോൾ ഒരു രീതി മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, മറ്റേത് വെച്ചാലും സെയിം തന്നെയല്ലേ. മറ്റിപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും തിരിച്ച് വെക്കത്തില്ല. തിരിച്ച് വെച്ചാലും എന്താ പറയുക 3 by 2 തന്നെയല്ലേ വാല്യൂ കിട്ടുക, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റേതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം 1 by 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണത്തിനെ പേരപ്പാക്കി വെക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 1 ± 1 by 2 ആണെങ്കിൽ ഒന്നിലധികം ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണ്. ±3 by 2 ആണെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കമ്പയർ ടു ±1 by 2 ഇച്ചിരി കുറവായിരിക്കും. ESR spectrum of methyl radical, that is number of ESR lines 3Ni plus 1 is equal to
4 കിട്ടും. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും 1:3:3:1 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയിലായിരിക്കും പോവുക. നമുക്ക് 4 സ്പെക്ട്രം കിട്ടും. അപ്പോൾ ആ ഇൻറ്റൻസിറ്റിയുടെ ആ ഒരു റേഷ്യോൻ്റെ ഓർഡറിൽ തന്നെ മാക്സിമം സ്പെക്ട്രം വരയ്ക്കുവാനായിട്ട് ട്രൈ ചെയ്യുക. DI/DH ആയിരിക്കും നമ്മളുടെ Y ആക്സിസ് എന്ന് പറയുന്നത്, DH ആയിരിക്കും X ആക്സിസ്. അങ്ങനെ തന്നെ നിങ്ങൾ വരയ്ക്കണം സ്പെക്ട്രം. എന്നിട്ട് നോക്കിയേ, ഇൻറ്റൻസിറ്റി കാണാൻ പറ്റത്തില്ലേ? 3 വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള 4 പീക്കുകളായിരിക്കും നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക. ഓരോ പീക്കിൻ്റെയും ഇൻറ്റൻസിറ്റി നമ്മൾ വെച്ചിട്ട് മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മീറ്റൽ റാഡിക്കലിൻ്റെ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതും നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ ഓർക്കുവാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. അപ്പോൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ആദ്യത്തെ പ്രാവശ്യം തന്നെ കേൾക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഒന്നിലധികം തവണ കേൾക്കുവാനായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്ത് ചോദിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പം ഇതോടുകൂടി മാഗ്നറ്റിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ആ ഒരു എൻറ്റയർ മൊഡ്യൂൾ നമ്മളിവിടെ തീർത്തിരിക്കുകയാണ്. അപ്പം സ്പെക്ട്രോസ്കോപ്പി 1 കഴിഞ്ഞു, സ്പെക്ട്രോസ്കോപ്പി 2 കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഈ പേപ്പറിൽ ബാക്കിയുള്ളത് ക്വാണ്ടം കെമിസ്ട്രിയാണ്. അറിയാലോ, അത്യാവശ്യം ലെങ്തി ടോപ്പിക്കുകളാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെക്ചർ തൊട്ട് നമ്മൾ ക്വാണ്ടം കെമിസ്ട്രി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ മാഗ്നറ്റിക് സ്പെക്ട്രോസ്കോപ്പി 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കണം. എന്താണ് നമ്മൾ മൊത്തത്തിൽ പഠിച്ചതെന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ബ്ലൂ പ്രിൻ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഓരോന്നിനും എന്തൊക്കെയാണ് പഠിച്ചത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എല്ലാത്തിലും ഇൻസ്ട്രുമെൻറ്റേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. പിന്നെ ഞാൻ നിങ്ങൾക്കത് എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ ഒരു അഡീഷണലായിട്ട് എടുത്തു തന്നോളൂ. നിങ്ങൾക്ക് ഒന്നിനകത്ത് ഇൻസ്ട്രുമെൻറ്റേഷനൊന്നും പറയുന്നില്ല. മെയിനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾ, സെലക്ഷൻ റൂള് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആപ്ലിക്കേഷൻ പോലും നിങ്ങൾക്ക് വരുന്നില്ല. ബട്ട് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് മാർക്ക് അതനുസരിച്ച് ഇൻക്രീസ് ആകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന നന്നായിട്ട് വായിച്ച് നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുകയും കൂടെ ചെയ്യുക. ഭാവിയിലാണെങ്കിൽ പോലും നമ്മൾ കുറേയധികം പഠിച്ചു പോകുന്ന ടോപ്പിക്കാണ് ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക, നോട്ടുകൾ വേണമെങ്കിൽ ചോദിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ സ്പെക്ട്രോസ്കോപ്പി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ആസ് പെർ യുവർ സിലബസ്. ഇനി നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളും കൂടെ വേണ്ടുന്ന എഫേർട്ടുകളൊക്കെ എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇന്നത്തെ ഈ ലെക്ചർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.